ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ശൗലിൻ്റെ മേൽ വീണു. ശൗലിൻ്റെ മേൽ വീണപ്പോൾ ശമൂവേൽ പ്രവാചകൻ മുഖാന്തരം ശൗലിനെ ദൈവം അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്തിട്ട് ശൗലിൻ്റെ തലയിൽ കൈവച്ച് പറയുന്നൊരു പ്രവചനമുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം. ശൗലേ, നീ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് ദേവഗിരി എന്ന് പറയുന്ന സ്ഥലത്തിലെത്തുമ്പോൾ ഒരു കൂട്ടം പ്രവാചകന്മാരെ നീ എതിരേക്കും. ആരെതിരേക്കും? അത് അല്ലാതെ അവിശ്വാസം പറഞ്ഞ്, കുറ്റം പറഞ്ഞ്, നാട്ടുകാരുടെ കുറവും പറഞ്ഞ്, സംശയവും പറഞ്ഞ് നടക്കുന്ന നിരീശ്വരവാദികളെ നീ എതിരേക്കുവെന്നല്ല, പകരം ആത്മാവിൽ പ്രവചിക്കുന്ന പ്രവാചകന്മാരും നീയുമായിട്ടൊരു കൂട്ടിമുട്ടലുണ്ടാകും. അങ്ങനെ നീയും അവരുമായിട്ടൊരു കൂട്ടിമുട്ടലുണ്ടാകുന്ന സമയത്ത് അവരുടെ മേൽ വ്യാപരിക്കുന്ന പ്രവചനത്തിൻ്റെ ആത്മാവ് അത് നിന്റെ മേലും വരും. നീയും അവരെ പോലെ പ്രവചിക്കും. അങ്ങനെ ഈ മനുഷ്യൻ ശമൂവേൽ പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ കേട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദേവഗിരി എന്ന് പറയുന്ന സ്ഥലത്തിലെത്തി. താൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് അവിടെ ഒരു കാര്യം നടക്കുന്നു. തൻ്റെ എതിരെ ദൈവത്തിൻ്റെ ആത്മാവിനെ നിറഞ്ഞ് അഭിഷേകത്തിൽ പ്രവചിക്കുന്ന ഒരു പ്രവാചക ഗണം താനുമായിട്ട് കൂട്ടിമുട്ടി. അവരും ശൗലുമായിട്ട് ഒരുമിച്ച് കൂട്ടിമുട്ടിയ സമയത്ത് അവരുടെ മേൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ ആത്മാവ് ശൗലിൻ്റെ മേലും ഇറങ്ങി വന്നു. എന്നിട്ട് വചനം പറയുന്നു, അവരോടൊപ്പം അവരിൽ ഒരാൾ എന്ന പോലെ ശൗലും ശക്തമായിട്ട് ചില പ്രവചനങ്ങളുടെ നാവിലൂടെ പുറത്തു വന്നു. 2026 ഇതിനകത്തുനിന്ന് വെളിയിൽ വരണമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ, ശാപവും കെട്ടും ബന്ധനവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ജീവിതത്തിൽ രക്ഷപ്പെടത്തില്ല നാളുകളെയും കാലങ്ങളെയും സമയങ്ങളെയും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചിലരുടെ വാക്ക് കേൾക്കാതെ സകലത്തെയും പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു കർത്താവിൻ്റെ കരമുണ്ട്. ആ കരത്തെ നീ വിശ്വസിച്ചാൽ, അതിനെ നീ ആശ്രയിച്ചാൽ, അതിൽ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്നുള്ള ദൈവത്തിന്റെ വചനം പോലെ നെഗറ്റീവിനെ കഴിഞ്ഞ് പോസിറ്റീവിനെ പിടിച്ചാൽ, നെഗറ്റീവിനെ കളഞ്ഞ് പോസിറ്റീവിനെ നീ പിടിച്ചാൽ,